ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചെന്നൈയിൽ ഫേമസ് ആയിട്ടുള്ള ബസന്ത് നഗർ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാണാനൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ബീച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ലാലേട്ടൻ്റെ നാടോടിക്കാറ്റ് മൂവിയില്ലേ, ശ്രീനിവാസനും ലാലേട്ടനൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേനും കറക്റ്റ് ടൈമായിരുന്നു. ഒരു 4:30 ആയപ്പോഴത്തേനും ഞങ്ങളെത്തി. 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആളുകളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൈൻഡ് കുറച്ചൊന്ന് റിലാക്സ് ആവാനും നമുക്ക് നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് വല്ലാത്തൊരു നല്ലൊരു ഇത് തോന്നും, ആശ്വാസം തോന്നും അല്ലേ. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ബീച്ചിൽ വന്നിട്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുള്ളതാണ്. അപ്പോൾ ബസന്ത് നഗർ ബീച്ചിലാണ് ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത്. ഇതിന് മുന്നേ ഇവിടെ അടുത്ത് തന്നെ മറീന ബീച്ചുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയാണ് മുന്നേയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ വരാനായിട്ട് പറ്റുന്നത് ഈ ബീച്ചിലാണ്. മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ആമിക്കും ഒരു പുറത്തൊന്ന് കൊണ്ടുപോകണമായിരുന്നു. കുറേ നാളായി പുറത്ത് വന്നിട്ട്, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇതിനുള്ളിൽ തന്നെ. ഇതുപോലെ ബജിയും അതുപോലെ ഫിഷൊക്കെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേന് സ്ഥിരം ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ സ്രാവിൻ്റെ തോരൻ പോലത്തെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കിട്ടും. അതിന് ഇവിടെ തമിഴിൽ പറയുന്നത് സുറാപ്പുട്ടെന്നാണ് പറയുന്നത്. പിന്നെ കണവ ഫ്രൈ ചെയ്തതും പിന്നെ ഒരു പാര മീൻ ഫ്രൈ ചെയ്തതും കൂടി മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് വരുമ്പോഴത്തേനും മെയിനായിട്ട് മീൻ കഴിക്കാറുണ്ട്. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആയിരിക്കത്തില്ല. നമ്മുടെ കടലിൽ നിന്ന് പിടിക്കുന്ന മീനായതുകൊണ്ട് തന്നെ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രീം കേക്ക് പോലത്തെ ഒരു സംഭവം മേടിച്ചു കൊടുത്തു. അപ്പോൾ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു, നമ്മുടെ പുറത്ത് കിട്ടുന്ന നല്ല ക്വാളിറ്റിയൊന്നും അല്ല, ഐസ്ക്രീമും കൂടി ചേർന്ന് വരുന്നതാണ്. ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് നമ്മുടെ നാടോടിക്കാറ്റ് ഫിലിം മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു ഇത് കോട്ട കാണുമ്പോഴത്തേനും മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം സൺസെറ്റൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. കുറച്ച് നേരം തന്നെ ഞങ്ങൾ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഒരു 5:30-6 മണിയോളം ഇവിടെ നിന്നു. പിന്നെ മൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിൽ വിടണം. ആമിക്കിപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം തന്നെ കേർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടേക്കും. കാരണം നല്ല ഫ്രഷ് എയർ വീട്ടിലേക്ക് കയറാനാണ്. ഇപ്പോൾ നല്ല ചൂടാണ് ഇവിടെ. ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ മാക്സിമം എയർ കയറത്തക്ക രീതിയിൽ ജനലൊക്കെ തുറന്നിട്ടേക്കും ഇപ്പോഴും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്യുന്നുണ്ട്. ആമിക്ക് സ്കൂളിലും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നടക്കുന്ന ദിവസങ്ങളിലാണ് ഇത് കുടിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിന് ശേഷം ആ പട്ടയും കൂടി ചേർത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം പറ്റിച്ചെടുത്ത് 1 ഗ്ലാസ് വെള്ളം ആക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ലെമണിൻ്റെ ഹാഫ് പോർഷൻ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ലെമൺ ചേർക്കേണ്ടത്. അതിനുശേഷം അരിച്ച് നമ്മൾ ഒഴിച്ച് കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനിടയിൽ ഞാൻ നമ്മുടെ കിച്ചൺ ടവലൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചു. പിന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഡ്രിങ്കും കൂടി ഞാനൊന്ന് അരിച്ചൊഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം ചെറു ചൂടോട് കൂടിയാണ് ഇത് കുടിക്കേണ്ടത്. അപ്പോൾ
ലാസ്റ്റാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ലെമണിൻ്റെത് ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. രാവിലത്തെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രിങ്ക് എനിക്ക് അല്ല, ഹസ്ബൻഡാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാനിത് കുടിക്കാറില്ല. അപ്പോൾ ഒരു 2 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിച്ചിട്ട് രാവിലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയും എന്നാണ് പറയുന്നത്. 2 ആഴ്ചയാണ് മാക്സിമം കുടിക്കേണ്ടത്, അതിൽ കൂടുതൽ കുടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നടക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നും ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ നൈറ്റ് പോയിട്ട് രാവിലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിലൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. അല്ലാതെ ഫ്രീ ഉള്ള ദിവസങ്ങളിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടിയാണ് നടക്കാൻ പോകാനായിട്ട്. ഹസ്ബൻഡാണ് സ്ഥിരമായിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം തിരിച്ച് വരുന്ന വഴിയിൽ അതുപോലെ തണ്ണിമത്തൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് 2-3 സ്ഥലത്ത് കയറിയായിരുന്നു. അപ്പോൾ എല്ലായിടത്തും റേറ്റ് കൂടുതലാണ്. ഞങ്ങൾ സാധാരണ മോർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു മോറിൻ്റെ ഷോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി പിന്നെ വാങ്ങി. അപ്പോൾ ഒരു ചവ്വരിയും കൂടി ഇട്ടിട്ടുള്ളൊരു റോസ് മിൽക്കിൻ്റെ ഒരു വാട്ടർമെലൺ റോസ് മിൽക്കിൻ്റെ ഒരു റെസിപ്പി കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ വാട്ടർമെലാണ് ഞങ്ങൾ കൂടുതലായിട്ട് മേടിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ചവ്വരി 1 കപ്പോളം ചവ്വരി എടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മോർ മാർക്കറ്റിൽ നിന്ന് തന്നെ ചിയാ സീഡും അതുപോലെ തന്നെ കസ്കസും മേടിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കസ്കസും ചിയാ സീഡും ഒന്നാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ 2 ഈ 2 സംഭവവും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. ചിയാ സീഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറ് കൂടി ചേർന്നിട്ടാണ് വരുന്നത്. കറുപ്പും വെളുപ്പും ചേർന്നിട്ടുള്ള ഒരു ഇതായിട്ടാണ് ചിയാ സീഡ് ഇരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് നമ്മുടെ കസ്കസ് ഇരിക്കുന്നത്. അപ്പോൾ കസ്കസ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കാനാണ്. ചിയാ സീഡ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഒന്നാണെന്നാണ് ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ തണ്ണിമത്തനെ നല്ലതായിട്ട് ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് സ്പൂൺ കൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിപ്പോൾ റോസ് മിൽക്കിൻ്റെ ഫ്ലേവറിൽ ചെയ്യുന്നുണ്ട്. റോസ് മിൽക്കിൻ്റെ എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സാഗയിൽ ചവ്വരി അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് പാലും കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് കുടിച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ റോസ് മിൽക്കിൻ്റെ എസൻസ് ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, അതില്ലാതെയും ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ടും ചെയ്യാം. ഞാനിപ്പോൾ വാട്ടർമെലണിലാണ് ചെയ്തത്. വാട്ടർമെലൺ, സാഗോ, റോസ് മിൽക്കാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഞാൻ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു, ഈ ഒരു വാട്ടർമെലണിൻ്റെ സംഭവമാണ് കഴിച്ചത്. അതിനുശേഷം തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു, ചെറിയ റൂമിലെ ബെഡ്. പിന്നെ ഇതിനിടയിൽ തുണികൾ കഴുകാനായിട്ട് മെഷീനിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ TV യൂണിറ്റ് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളാവുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ഡസ്റ്റ് ഒരുപാട് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ഈ ഒരു ബ്രഷ് കൊണ്ടൊന്ന് നന്നായിട്ട് തുടച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡസ്റ്റാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഈ ഒരു മാസം കൊണ്ട് അധികം അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര മടിയായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാണ്. പിന്നെയെന്ന് പറയുന്നത് സമയം കിട്ടുന്നില്ല, അതും കൂടി കൊണ്ടാണ്. അപ്പോൾ ഇനി മുതൽ എന്തായാലും ഡെയിലി കുറേശ്ശെ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു TV യൂണിറ്റിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഫോട്ടോസൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഡെക്കർ ഐറ്റംസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബുദ്ധയൊക്കെ നമ്മളിതിന് മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വീടിനകത്തൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡസ്റ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ആ ഒരു TV യൂണിറ്റിൻ്റെ ക്ലീൻ ചെയ്തിരിക്കുകയല്ലേ, അതിൻ്റെയും കൂടെ ഡസ്റ്റും കൂടി ഉണ്ട്. പിന്നെ അതിനുശേഷം ഒന്ന് മോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ വൈകുന്നേരങ്ങളിലായിരിക്കും മിക്കവാറും മോപ്പിങ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചെയ്തു. പിന്നെ ഇതിനിടയിൽ നമ്മുടെ തുണികളൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങി, അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം വലുതായിട്ട് ജോലികളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം രാത്രിയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് നമുക്കൊന്ന് ദോശയാണ്. അപ്പോൾ ദോശമാവ് ഓൾറെഡി എൻ്റെ അരച്ചതുണ്ടായിരുന്നു. അപ്പോൾ ദോശ ചുടുന്നുണ്ട്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, സൺഡേ വെച്ചിട്ടുണ്ടായിരുന്ന മീൻകറി. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് തിളപ്പിച്ചെടുത്ത് ദോശയ്ക്ക് എടുക്കുന്നുണ്ട് മൺഡേ നൈറ്റ്. പിന്നെ ആമയെ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.